ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് 25/6/2025 പ്രസിദ്ധീകരിക്കും. വൈകുന്നേരത്തോടു കൂടിയായിരിക്കും പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിനാണ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. അതല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചവരാണെങ്കിൽ വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾക്ക് ലഭിച്ച കോളേജ്, കോഴ്സ്, കാറ്റഗറി, അതുപോലെ നിങ്ങൾ എന്നാണ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകും. ജൂൺ 26, 27, 28, 30 തീയതികളിലാണ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഇതിൽ ഏത് ഡേറ്റ് ആണോ വന്നിട്ടുള്ളത് ആ ഒരു ഡേറ്റിലാണ് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറയുന്ന ഡേറ്റിൽ കോളേജിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഒരു കോളേജിലെ പ്രിൻസിപ്പളുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ടെമ്പററി അഡ്മിഷൻ എന്നൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏത് കോളേജാണോ കിട്ടുന്നത് ആ ഒരു കോളേജിൽ പോയി നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിലൊക്കെ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, ഈ വർഷം തേർഡ് അലോട്ട്മെൻറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ഏത് കോളേജ് ലഭിച്ചിട്ടുണ്ടോ ആ ഒരു കോളേജിൽ പോയി പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മാറ്റം ഒന്നുമില്ല. ആ സെയിം കോളേജ് തന്നെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ പോയി പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. അതല്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മറ്റൊരു കോളേജാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടിയോ ആ ഒരു കോളേജിലാണ് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ക്യാൻസൽ ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലും പിന്നെ നിങ്ങൾ ഫീസും കൂടെ അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പം എത്ര രൂപയാണ് ഫീസ് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ കോളേജുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഫീ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. ശേഷം ഫീസ് കൂടെ കരുതി വേണം നിങ്ങൾ പോകാനായിട്ട്. ഓക്കെ, പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ നൽകുന്ന പക്ഷം ആയതിലേക്ക് പരിഗണിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇത്രയും, അതായത് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിലൊന്നും നമുക്ക് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ റീഅറേഞ്ച്മെൻറ്റ്, ഡിലീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. അപ്പം ആ ഒരു ടൈമിൽ നിങ്ങളിപ്പം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളിപ്പോൾ പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിലും ആ ഒരു അഡ്മിഷൻ ക്യാൻസൽ ആവും. ഓക്കെ, അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ 1/7/2025 തന്നെ നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതാണ്. ക്ലാസ് തുടങ്ങിയാലും ബാക്കിയുള്ള അലോട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ തരാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്